ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ സ്നേക്ക് പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു സ്നേക്ക് പ്ലാന്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാന്നുള്ളത്. ഈ കാണുന്നതാട്ടോ എൻ്റെ അടുത്തുള്ള സ്നേക്ക് പ്ലാന്റിൻ്റെ കളക്ഷൻസ്. ഒരുപാട് വെറൈറ്റീസ് ഒന്നുമില്ല, ഒരു 6 വെറൈറ്റിയാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാനിവിടെ പോട്ടി മിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മണ്ണും മണലും കൊക്കോപീറ്റുമാണ്. കൂടുതൽ കെയറൊന്നും ഈ ചെടിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ പോട്ടി മിക്സ് മാത്രം ഒന്ന് നന്നായിട്ട് കൊടുത്താൽ മതി. കാരണം പിന്നെ നമ്മൾ മാസം മാസം വളങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വെള്ളം തന്നെ നമ്മൾ ഇൻഡോറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അത് നമ്മൾ വെള്ളം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് മാത്രം മതി ഒഴിച്ചു കൊടുക്കൽ. കാരണം കൂടുതൽ വെള്ളം ഈ ചെടിക്ക് ഇഷ്ടമല്ല. മാത്രമല്ല ഇതിൻ്റെ ലീഫിലും ഈ പ്ലാന്റ് വെള്ളം സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ മണ്ണ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് നമ്മൾ ഈ ചെടി വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതൽ വെയിൽ തട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയുടെ സൈഡ് ഉണങ്ങി നിൽക്കും, കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള പോട്ടിൽ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പോഴാണ്. ഭംഗി മാത്രമല്ല കേട്ടോ, ഇത് നല്ലൊരു എയർ പ്യൂരിഫൈ പ്ലാന്റ് ആണ്. നമ്മുടെ വീടിനുള്ളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയൊക്കെ ഇല്ലാതാക്കാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലാന്റ്. പിന്നെ ശ്വാസമുട്ടലൊക്കെ ഉള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ റൂമിൽ ഈ ഒരു പ്ലാന്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഇത് രാത്രിയിൽ നമ്മുടെ റൂമിൽ ഓക്സിജൻ പുറത്തേക്ക് വിടും. നല്ല വായു നമുക്ക് ശ്വസിച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇൻഡോറായിട്ട് പ്ലാന്റ്സ് വെക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് തിരഞ്ഞെടുക്കുക. കാരണം ഇത് ഭംഗി മാത്രമല്ല നമ്മുടെ ശരീരത്തിനും കൂടി നല്ലതാണ്. കുറച്ച് സ്നേക്ക് പ്ലാന്റ് ഞാൻ നിലത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. മണ്ണിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പൊട്ടി മുളക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. നമ്മൾ ചട്ടിയിൽ നല്ല പോട്ടി മിക്സും ഫെർട്ടിലൈസേഴ്സും ഒക്കെ കൊടുത്ത് വളർത്തിയെടുക്കുന്ന ചെടികളെക്കാട്ടിലും എത്രയോ അടിപൊളിയായിട്ടായിരിക്കും ചിലപ്പോൾ മണ്ണിൽ നട്ട ചെടികൾ വളരുന്നത്. ഇത് ഞാൻ പറമ്പിൽ ആരും ശ്രദ്ധിക്കാത്ത സ്ഥലത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇവിടെ കിടന്ന് നന്നായിട്ട് പൊട്ടി മുളച്ചാൽ നല്ലൊരു പോട്ടിലേക്ക് മാറ്റണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷന് മണ്ണിൽ മാത്രമല്ല കേട്ടോ, വെള്ളത്തിലും നമുക്ക് വെച്ചിട്ട് പെട്ടെന്ന് വേര് പിടിപ്പിക്കാം. പിന്നെ ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ മൊത്തത്തിൽ ഹാപ്പിയായി. അപ്പോൾ ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.